നമസ്കാരം, വെൽക്കം ടു യൂക്ലിഡ്സ് PSC. ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് പ്രവൃത്തി, ഊർജ്ജം, പവർ എന്ന ടോപ്പിക്കിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട 3 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണുക. അതുപോലെ മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും കൂടി കണ്ടു നോക്കുക. ഇവിടെ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും SCERTയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി താഴേക്കൊഴുക്കി ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത്, കേരളത്തിൽ പള്ളിവാസൽ, മൂലമറ്റം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അടുത്തൊരു പ്രസ്താവന, ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം സ്ഥിതികോർജ്ജം ഗതികോർജ്ജമാവുന്നു, ഗതികോർജ്ജം യാന്ത്രികോർജ്ജമാവുന്നു, പിന്നീട് അത് വൈദ്യുതോർജ്ജമാവുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി താഴേക്കൊഴുക്കി ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്കറിയാം എങ്ങനെയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നതെന്ന്. അടുത്തത്, കേരളത്തിൽ പള്ളിവാസൽ, മൂലമറ്റം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉള്ളത് പള്ളിവാസൽ, മൂലമറ്റം എന്നീ സ്ഥലങ്ങളാണ്. ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ ഭൂമിശാസ്ത്രം എന്ന ഭാഗം പഠിക്കുമ്പോൾ പഠിച്ചാണ് പള്ളിവാസൽ, മൂലമറ്റമൊക്കെ. അടുത്തൊരു പോയിന്റാണ്, ഇവിടെ നടക്കുന്ന ഊർജ്ജ കൈമാറ്റം. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നടക്കുന്ന ഊർജ്ജ കൈമാറ്റമാണ്. സ്ഥിതികോർജ്ജം എന്താകും? ഗതികോർജ്ജമാവും, പിന്നീട് അത് യാന്ത്രികോർജ്ജമാവും, പിന്നീട് വൈദ്യുതോർജ്ജമാവും. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. അതുപോലെ കുറ്റ്യാടി, മൂലമറ്റം, പള്ളിവാസൽ തുടങ്ങിയവ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളാണ്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ, തെർമൽ പവർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തത്, കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് എന്നീ ഇന്ധനങ്ങൾ കത്തിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കുന്നു. അടുത്തത്, നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തൊരു പ്രസ്താവന, നെയ്വേലി, കായംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അടുത്തത്, ഇവിടെ നടക്കുന്ന ഊർജ്ജ കൈമാറ്റമാണ്. രാസോർജ്ജം താപോർജ്ജമാകുന്നു, പിന്നീട് യാന്ത്രികോർജ്ജമാകുന്നു, പിന്നീട് വൈദ്യുതോർജ്ജമാകുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണ്, തെർമൽ പവർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ്. ശ്രദ്ധിക്കണം, കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് എന്നീ ഇന്ധനങ്ങൾ കത്തിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് തെർമൽ പവർ സ്റ്റേഷനിൽ പ്രവർത്തനം നടക്കുന്നത്? കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് ഈ ഇന്ധനങ്ങൾ, ഇതിലേതെങ്കിലും ഒരു ഇന്ധനമായിരിക്കും ഏതെങ്കിലും ഒരു പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത്. അവിടെ എന്ത് ചെയ്യും? ജലത്തെ ഈ ഒരു ഇന്ധനം ഉപയോഗിച്ചിട്ട് കത്തിക്കും, ഉന്നത മർദ്ദത്തിലും താപനിലയിലും നീരാവിയാക്കി മാറ്റും. ആ നീരാവി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? ടർബൈൻ കറക്കും. അങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. അതുപോലെ നെയ്വേലി, കായംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നു. അതായത് നെൽവേലിയും കായംകുളം എന്താണ്? തെർമൽ പവർ സ്റ്റേഷനുകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഊർജ്ജ കൈമാറ്റം, തെർമൽ പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ്ജ കൈമാറ്റമാണ്. രാസോർജ്ജം താപോർജ്ജമാകുന്നു, പിന്നീട് അത് യാന്ത്രികോർജ്ജമാകുന്നു, പിന്നീട് വൈദ്യുതോർജ്ജമാകുന്നു. ശ്രദ്ധിച്ചു വെക്കണം, രാസോർജ്ജം എന്താകുന്നു? താപോർജ്ജമാകുന്നു, പിന്നീട് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. അപ്പോൾ ആ ഒരു ഊർജ്ജ കൈമാറ്റം അല്ലെങ്കിൽ ഊർജ്ജ മാറ്റവും പഠിച്ചു വയ്ക്കുക. അതുപോലെ നെയ്വേലി, കായംകുളം, രാമകുണ്ടം എന്നിവ തെർമൽ പവർ സ്റ്റേഷനുകളാണ്. അപ്പോൾ ഇതും പഠിച്ചു വയ്ക്കുക. ഇവിടെ ഒരു രാമകുണ്ടം കൂടി ഉണ്ട്, അതുകൊണ്ട് ചേർത്ത് വെച്ച് പഠിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സോളാർ സെല്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെൽ. ഇത് ഒരു PN സന്ധി ഡയോഡാണ്. അടുത്ത പ്രസ്താവന, ഇത് സിലിക്കൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ പറയുന്നത് സോളാർ സെല്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത് സോളാർ സെല്ലാണ്. ഇത് PN സന്ധി ഡയോഡാണ്. ആ ഒരു പോയിന്റ് നോക്കി വയ്ക്കുക. അതുപോലെ സിലിക്കൺ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 2 പോയിന്റ് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ ഇതൊരു PN സന്ധി ഡയോഡാണ്. സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ഇതിൻ്റെ N ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ P ഭാഗത്തുണ്ടാകുന്ന നേരിയ ഇലക്ട്രോൺ പ്രവാഹമാണ് വൈദ്യുത പ്രവാഹത്തിന് കാരണം.
ഈ പ്രതിഭാസമാണ് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. ഇങ്ങനെ ലഭിക്കുന്ന വൈദ്യുതിയാണ് ബാറ്ററികൾ സംഭരിച്ച് ആവശ്യമായ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇതൊരു PN സന്ധി ഡയോഡാണ്. എന്ത്? സോളാർ സെല്ല്. സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച N ഭാഗത്ത്, അപ്പോൾ അവിടെ സോളാർ സെല്ല് നിർമ്മിക്കുന്നത് സിലിക്കൺ കൊണ്ടാണ്. അതിൻ്റെ N ഭാഗത്ത് എന്ത് ചെയ്യും? സൂര്യപ്രകാശം പതിക്കുമ്പോൾ P ഭാഗത്തുണ്ടാകുന്ന നേരിയ ഇലക്ട്രോൺ പ്രവാഹമാണ് വൈദ്യുത പ്രവാഹത്തിന് കാരണം. അതൊക്കെ നന്നായി തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഈ പ്രതിഭാസമാണ് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. അപ്പോൾ എന്താണ് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ എക്സാമിന് ഇത്തരത്തിലൊരു ചോദ്യം ഉദ്ദേശിക്കാം. അതായത് സോളാർ സെല്ലുമായി ബന്ധപ്പെട്ട പ്രതിഭാസം ഏതാണ്? അപ്പോൾ ഓപ്ഷനിൽ ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം ഉണ്ടെങ്കിൽ അതാണ് അതിനുത്തരം. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഒരു സോളാർ സെല്ലിൽ നിന്നും തുച്ഛമായ വോൾട്ടേജും കറൻറ്റും മാത്രമേ ലഭിക്കുന്നുള്ളൂ. അനേകം സോളാർ സെല്ലുകൾ യോജിപ്പിച്ചാണ് സോളാർ പാനലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സോളാർ പാനലിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതി സ്റ്റോറേജ് ബാറ്ററികളിൽ സംഭരിച്ച് ആവശ്യാനുസരണം പ്രയോജനപ്പെടുത്താം. തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കാൻ സോളാർ പാനലുകൾ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് സോളാർ പാനലുകളാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇപ്പോൾ ആയിരക്കണക്കിന് കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വോൾട്ടായിക് പവർ പ്ലാന്റുകൾ പ്രവർത്തനത്തിലുണ്ട്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സൗരോർജ്ജ പവർ പ്ലാന്റ് ഇത്തരത്തിലുള്ള ഒന്നാണ്. ഇതിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തൊരു പോയിൻ്റാണ് സോളാർ തെർമൽ പവർ പ്ലാന്റ്. അതെന്താണെന്ന് നോക്കാം. ഇവിടെ സൗരോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കോൺകേവ് റിഫ്ലക്ടറുകൾ ഉപയോഗിച്ച് സൂര്യരശ്മികളെ കറുത്ത പെയിൻ്റ് അടിച്ചതും ജലം നിറച്ചതുമായ പൈപ്പുകളിൽ ഫോക്കസ് ചെയ്യുന്നു. തൽഫലമായി ജലം തിളച്ച് നീരാവിയാകുന്നു. ഈ നീരാവി ഉപയോഗിച്ച് സ്റ്റീം ടർബൈൻ തിരിച്ച് ജനറേറ്റർ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ 10ഓളം സോളാർ തെർമൽ പവർ പ്ലാന്റുകൾ പ്രവർത്തനത്തിലുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ രാജസ്ഥാനിലാണ്. അപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലാക്കുക. ഇവിടെ പറയുന്നത് സോളാർ തെർമൽ പവർ പ്ലാന്റ് ആണ്. സോളാർ തെർമൽ പവർ പ്ലാന്റ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺകേവ് റിഫ്ലക്ടർ ഉപയോഗിച്ച് സൂര്യരശ്മികൾ എന്ത് ചെയ്യും? ഒരു കറുത്ത പെയിൻ്റ് അടിച്ച ജലം നിറച്ച പൈപ്പുകളിൽ എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ചൂട് പിടിച്ചിട്ട് അത് നീരാവിയാവും. ആ ഒരു പൈപ്പിനകത്തുള്ള ജലം എന്തായും തിളച്ചിട്ട് നീരാവിയാവും. ആ നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ കറക്കി വൈദ്യുതി ഉണ്ടാക്കും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനം, അതായത് സോളാർ തെർമൽ പവർ പ്ലാന്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് രാജസ്ഥാനിലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തത്, കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന കാര്യത്തിൽ ജർമ്മനിയാണ് ഒന്നാമത്. അടുത്തൊരു പ്രസ്താവന, ഈ കാര്യത്തിൽ ഇന്ത്യക്ക് 5ാം സ്ഥാനമുണ്ട്. അടുത്തൊരു പ്രസ്താവന, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. ഇത് 380 മെഗാവാട്ടുണ്ട്. അടുത്തത്, കേരളത്തിൽ രാമക്കൽ മേട്ടിലും കഞ്ചിക്കോട്ടും ഈ തരത്തിൽ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ ജർമ്മനിയാണ് ഒന്നാമത്. ഈ കാര്യത്തിൽ 5ാമതാണ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു സ്ഥാനത്ത് ചിലപ്പോൾ മാറ്റം ഉണ്ടായേക്കാം. അവൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വയ്ക്കുക. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. 380 മെഗാവാട്ടാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി. ഇനി കേരളത്തിലോട്ട് വരുമ്പോൾ രാമക്കൽമേട്, കഞ്ചിക്കോട് ഇതൊക്കെ എന്താണ്? കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. കേരളത്തിലെ രാമക്കൽമേട്, കഞ്ചിക്കോട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പരിസ്ഥിതി സൗഹാർദ്ദമായ ഒരു നല്ല ഊർജ്ജരൂപമാണ് പവനോർജ്ജം അഥവാ വിൻഡ് എനർജി. കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഏകദേശം 2 ഹെക്ടർ സ്ഥലം ആവശ്യമായി വരും. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായിട്ടുള്ള ഒരു നല്ല ഊർജ്ജരൂപമാണ് പവനോർജ്ജം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു.
അതുപോലെ 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഏകദേശം 2 ഹെക്ടർ സ്ഥലം ആവശ്യമായി വരും. ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഏകദേശം 2 ഹെക്ടർ സ്ഥലം ആവശ്യമായി വരും. ഇനി അടുത്തതാണ്, നമ്മുടെ രാജ്യത്തെ കാറ്റിൻ്റെ സാധ്യതയെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഏകദേശം 45,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഡെൻമാർക്ക് അറിയപ്പെടുന്നത് കാറ്റിൻ്റെ രാജ്യമെന്നാണ്. ഈ രാജ്യത്തെ വൈദ്യുതിയുടെ 25% ഉൽപ്പാദിപ്പിക്കുന്നത് കാറ്റാടിപ്പാടങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഡെൻമാർക്ക് അറിയപ്പെടുന്നത് കാറ്റിൻ്റെ രാജ്യമെന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ 1ാം സ്ഥാനത്തുള്ളത് ജർമ്മനിയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഡെൻമാർക്ക് അറിയപ്പെടുന്നത് കാറ്റിൻ്റെ രാജ്യമെന്നാണ്. അപ്പോൾ ആ പോയിന്റ് മാറാതെ തന്നെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തത്, ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണമാണ് വേലിയേറ്റത്തിന് കാരണം. അടുത്തത്, വേലിയേറ്റോർജം പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കാൻ കഴിയും. അടുത്തത്, കേരളത്തിൽ വേലിയേറ്റം കൊണ്ടുള്ള ഉയർച്ച 1 മീറ്ററിലും കുറവായതിനാൽ വേലിയേറ്റോർജം പ്രയോജനപ്പെടുത്തുന്നില്ല. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണമാണ് വേലിയേറ്റത്തിന് കാരണം. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വേലിയേറ്റോർജം പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കാൻ കഴിയും, നമുക്കൊക്കെ അറിയാവുന്നതാണ്. കേരളത്തിൽ വേലിയേറ്റം കൊണ്ടുള്ള ഉയർച്ച 1 മീറ്ററിലും കുറവായതിനാൽ വേലിയേറ്റോർജം പ്രയോജനപ്പെടുത്തുന്നില്ല. അപ്പോൾ കേരളത്തിൽ വേലിയേറ്റോർജം പ്രയോജനപ്പെടുത്തുന്നില്ല, അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ തിരമാലയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കാം. ഇത്തരത്തിൽ തിരമാലകളിൽ നിന്ന് വൈദ്യുതി നിർമ്മിക്കാനുള്ള വിവിധ മാർഗ്ഗങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യയിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള വൈദ്യുതി ഉൽപ്പാദനങ്ങളാണ് ഉള്ളത്. ഒന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉണ്ട്, അതുപോലെ താപോർജ്ജത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതുപോലെ തിരമാലയിൽ നിന്നുണ്ട്. വിഴിഞ്ഞത്ത് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷേ എന്തില്ല, വേലിയേറ്റ ഊർജ്ജത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് അവിടെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് ശ്രദ്ധിച്ചു വെക്കണം. വേലിയേറ്റ ഊർജ്ജത്തിൽ നിന്ന് കേരളത്തിൽ എന്തില്ല, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇനി അടുത്തതാണ് സമുദ്ര താപോർജ്ജം. അപ്പോൾ അതെന്താ നോക്കാം. സമുദ്രത്തിൻ്റെ ഉപരിതലം സൂര്യരശ്മികളാൽ ഉയർന്ന താപനിലയിലായിരിക്കും. എന്നാൽ വളരെ ആഴത്തിൽ താപനില വളരെ കുറവായിരിക്കും. ഈ താപനില വ്യത്യാസം പ്രയോജനപ്പെടുത്തി ഊർജം നിർമ്മിക്കുന്നവയാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവെൻഷൻ പ്ലാന്റുകൾ. എന്താണ് ഓഷ്യൻ തെർമൽ എനർജി കൺവെൻഷൻ പ്ലാന്റുകൾ? സമുദ്രോപരിതലത്തിലെ താപനിലയും 2 കിലോമീറ്റർ താഴെയുള്ള സമുദ്രജലത്തിലെ താപനിലയും തമ്മിലുള്ള വ്യത്യാസം 20 കെയിലും കൂടുതലായിരിക്കും. 20 കെ എന്ന് പറഞ്ഞാൽ കെൽവിനാണ്, കെൽവിനാണ്. ഉപരിതലത്തിലെ ചൂട് എളുപ്പം ബാഷ്പീകരിക്കുന്ന അമോണിയ പോലുള്ള ദ്രാവകത്തെ തിളപ്പിക്കുന്നു. ഈ വാതകം ഉപയോഗിച്ച് ടർബൈൻ കറക്കുന്നു. താഴെയുള്ള തണുത്ത ജലം ബാഷ്പത്തെ വീണ്ടും തണുപ്പിച്ച് ദ്രാവകമാക്കുന്നു. ഈ പ്രവർത്തനം തുടരുമ്പോൾ തുടർച്ചയായി വൈദ്യുതി ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? സമുദ്ര താപോർജ്ജം ഉപയോഗിച്ച് എന്ത് ചെയ്യാം, വൈദ്യുതി ഉണ്ടാക്കാം. അതായത് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലും അതുപോലെ ഏറ്റവും അടിഭാഗത്തുള്ള ആ ഒരു താപനില വ്യത്യാസം അത് പ്രയോജനപ്പെടുത്തി വൈദ്യുതി ഉണ്ടാക്കുന്ന സംവിധാനമാണ് ഈ ഓഷ്യൻ തെർമൽ എനർജി കൺവെൻഷൻ പ്ലാന്റുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്ര ഉപരിതലത്തിലെ താപനിലയും 2 കിലോമീറ്റർ താഴെയുള്ള സമുദ്രജലത്തിലെ താപനിലയും തമ്മിലുള്ള വ്യത്യാസം 20 കെയിലും കൂടുതലായിരിക്കും. 20 കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കെൽവിൻ. ഉപരിതലത്തിലെ ചൂട് എളുപ്പം ബാഷ്പീകരിക്കുന്ന അമോണിയ പോലുള്ള ദ്രാവകത്തെ തിളപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് അമോണിയ പോലുള്ള ദ്രാവകമാണ്. ഈ വാതകം ഉപയോഗിച്ച് ടർബൈൻ കറക്കുന്നു. താഴെയുള്ള തണുത്ത ജലം ബാഷ്പത്തെ വീണ്ടും തണുപ്പിച്ച് ദ്രാവകമാക്കുന്നു. ഈ പ്രവർത്തനം തുടരുമ്പോൾ തുടർച്ചയായി വൈദ്യുതി ലഭിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്തൊന്നാണ് ജിയോ തെർമൽ എനർജി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലം തണുത്ത് മനുഷ്യവാസയോഗ്യമായെങ്കിലും അകം ഇപ്പോഴും ഉരുകിയ അവസ്ഥയിലാണ്. ഉയർന്ന താപനിലയിലുള്ള ഈ മാഗ്മ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളുടെ കോറിന് പുറത്തു വരും. ഇത്തരം സ്ഥലങ്ങളാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഭൂഗർഭജലം ഹോട്ട്സ്പോട്ടിൽ നിന്ന് താപം സ്വീകരിച്ച് നീരാവിയായി മാറും. പാറകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ നീരാവിയെ പാറ തുളച്ച് പൈപ്പുകൾ വഴി കടത്തിവിട്ട് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു.
അടുത്തൊരു ചോദ്യം, ആറ്റം ബോംബിൽ നടക്കുന്ന ഊർജ്ജ പ്രവർത്തനം ഏത്? ഉത്തരം ന്യൂക്ലിയർ ഫിഷൻ. അപ്പോൾ ഈ ചോദ്യം ശ്രദ്ധിക്കണം. ആറ്റം ബോംബിൽ നടക്കുന്ന ഊർജ്ജ പ്രവർത്തനം ഏത്? ന്യൂക്ലിയർ ഫിഷനാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യം വരുമ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറിപ്പോകാതെ പഠിക്കണം. ആറ്റം ബോംബിൽ ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ ഫിഷനാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളാക്കി വിഘടിപ്പിക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരെന്ത്? ഉത്തരം ന്യൂക്ലിയർ ഫിഷൻ. അപ്പോൾ ഈ ചോദ്യം ശ്രദ്ധിക്കുക. അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ, അപ്പോൾ ഇവിടെ ന്യൂക്ലിയസിനാണ് അറ്റോമിക ഭാരം കൂടുതൽ, അതിനെന്ത് ചെയ്യും? ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളാക്കി വിഘടിപ്പിക്കുന്ന പ്രവർത്തനത്തെ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയും. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞത്. അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? ന്യൂട്രോണെ കടത്തിവിടും. അപ്പോൾ എന്ത് ചെയ്യും? അത് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായിട്ട് മാറും. ആ ഒരു പ്രവർത്തനത്തിന് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ന്യൂക്ലിയസുകളുടെ ആകെ മാസ് അതിൻ്റെ മാതൃ ന്യൂക്ലിയസിൻ്റെ മാസിനേക്കാൾ കുറവാണ്. അതായത് അത്തരം വിഘടനത്തിൽ ദ്രവ്യനഷ്ടം സംഭവിക്കുന്നു. ഫിഷൻ്റെ ഫലമായി നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജ്ജമായി പരിണമിക്കുന്നു. ഐൻസ്റ്റീൻ്റെ E=mc² എന്ന സമവാക്യം അനുസരിച്ച് പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ മാസ് കുറവായിരുന്നാലും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അനിയന്ത്രിത ഫിഷൻ പ്രവർത്തനം വലിയ സ്ഫോടനത്തിൽ കലാശിക്കും. ഇതാണ് ആറ്റം ബോംബിൽ നടക്കുന്ന പ്രവർത്തനം. അപ്പോൾ ഈ പറയുന്നതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ചെറിയ ന്യൂക്ലിയസുകളുടെ ആകെ മാസ്, അതായത് ഫിഷൻ നടന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ആകെ മാസ് അതിൻ്റെ മാതൃ ന്യൂക്ലിയസിൻ്റെ മാസിനേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് വലിയൊരു മാസുള്ള ന്യൂക്ലിയസിലേക്കാണ് ഒരു ന്യൂട്രോൺ കടത്തി വരുന്നത്. അപ്പോൾ അതിങ്ങനെ വിഘടിക്കുമ്പോൾ അത് ചെറിയ ചെറിയ മാസുള്ള ന്യൂക്ലിയസുകളായിട്ട് മാറും. അങ്ങനെ ഫിഷൻ്റെ ഫലമായി നഷ്ടപ്പെട്ട ദ്രവ്യം, അപ്പോൾ അങ്ങനെ ഫിഷൻ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വിഘടനം സംഭവിക്കുമ്പോൾ ഊർജ്ജം എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അങ്ങനെ ഉണ്ടാകുന്ന ദ്രവ്യം ഊർജ്ജമായി പരിണമിക്കുന്നു. ഇത് ഐൻസ്റ്റീൻ്റെ E=mc². ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിക്കണം. E=mc² എന്ന സമവാക്യം അനുസരിച്ച് പരിവർത്തനം ചെയ്യുന്ന ദ്രവത്തിൻ്റെ മാസ് കുറവായിരുന്നാലും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതായത് ന്യൂക്ലിയർ ഫിഷൻ മൂലം ദ്രവ്യത്തിൻ്റെ മാസ് കുറവായിരിക്കും, പക്ഷേ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജം എന്തായിരിക്കും? അത് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ അനിയന്ത്രിത ഫിഷൻ പ്രവർത്തനം വലിയ സ്ഫോടനങ്ങൾക്ക് കലാശിക്കും. ഇതാണ് ആറ്റം ബോംബിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ആറ്റം ബോംബിനകത്ത് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷനാണ് E=mc². അതും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, വേറെ പോയിൻ്റ് കൂടി ഉണ്ട്. ദ്രവ്യം ഊർജ്ജമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന സമവാക്യമാണ് E=mc². ഇവിടെ m എന്നത് പരിവർത്തനം ചെയ്ത ദ്രവ്യത്തിൻ്റെ മാസും c എന്നത് പ്രകാശത്തിൻ്റെ വേഗവുമാണ്. E എന്നാൽ ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവാണ്. E എന്നാൽ ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവുമാണ്. 1 കിലോഗ്രാം ദ്രവ്യം ഊർജ്ജമായി പരിവർത്തനം ചെയ്താൽ ലഭിക്കുന്ന ഊർജ്ജം E=1 × 3 × 10⁸ (9 × 10⁻16). ഇത് മുഴുവൻ വൈദ്യുതിയാക്കി മാറ്റാൻ കഴിഞ്ഞാൽ 25,000 കോടി യൂണിറ്റ് ലഭിക്കും. ദ്രവ്യത്തെ ഊർജ്ജമാക്കി പരിവർത്തനം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഈ സമവാക്യം ഐൻസ്റ്റീനെ വിശ്വവിഖ്യാതനാക്കുന്നതിന് ഇടയാക്കി. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ ദ്രവ്യം ഊർജ്ജമാകുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു സമവാക്യമാണ് E=mc². അപ്പോൾ ഇവിടെ E എന്ന് പറഞ്ഞ എനർജിയാണ്, m എന്ന് പറഞ്ഞാൽ മാസാണ്, c എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ പ്രവേഗമാണ്. അതുപോലെ തന്നെ അടുത്ത പോയിൻ്റാണ്, ഫിഷൻ പ്രവർത്തനത്തെ നിയന്ത്രിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളുണ്ട്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്നാണിവ അറിയപ്പെടുന്നത്, അത് നമുക്കറിയാം. അതുപോലെ തന്നെ ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. ഇനി ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. ആ പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ കാർബൈഡ് ഇന്ധനം ഉപയോഗിക്കാനുള്ള സാങ്കേതികവിദ്യ ഇന്ത്യ സ്വായത്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക. ഇനി തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തെ വൈദ്യുത നിലയം ഇത്തരത്തിൽ റിയാക്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ കൽപ്പാക്കം എന്താണ്?
ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടറുകളാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ന്യൂക്ലിയർ പ്രവർത്തന ഫലമായി മാരകമായ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളും ഉൽപ്പന്നങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. അതുപോലെ തമിഴ്നാട്ടിലെ കൽപ്പാക്കം, അപ്പോൾ ആ ഒരു പോയിന്റ് നോക്കി വെക്കണം. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തെ വൈദ്യുത നിലയം ന്യൂക്ലിയർ ഇന്ധനം ഉപയോഗിച്ച് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ ന്യൂക്ലിയർ ഫിഷനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ന്യൂക്ലിയർ ഫ്യൂഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആദ്യത്തേത്, അറ്റോമിക് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ സംയോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസുകളാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അടുത്തത്, ഇതിന് വളരെ ഉയർന്ന മർദ്ദവും താപനിലയും ആവശ്യമാണ്. ഈ പ്രവർത്തനത്തിൽ നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജ്ജമായി മാറുന്നു. അടുത്തത്, സൂര്യനും നക്ഷത്രത്തിലും ഇത്തരത്തിലാണ് ഊർജ്ജോൽപാദനം നടക്കുന്നത്. അടുത്തൊരു പ്രസ്താവന, ഈ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രജൻ ബോംബ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞത് ന്യൂക്ലിയർ ഫ്യൂഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. നേരത്തെ നമ്മൾ പഠിച്ചത് ന്യൂക്ലിയർ ഫിഷനാണ്. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫിഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അത് വലിയ ഒരു ന്യൂക്ലിയസിനെ വിഘടിപ്പിച്ച് ചെറിയ ന്യൂക്ലിയസ് ആക്കുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ചെറിയ ന്യൂക്ലിയസുകളെ സംയോജിപ്പിച്ച് വലിയ ന്യൂക്ലിയസ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിന് വളരെ ഉയർന്ന മർദ്ദവും താപനിലയും ആവശ്യമാണ്. അങ്ങനെ ഈ പ്രവർത്തനത്തിൽ നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജ്ജമായി മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്യൂഷൻ നടക്കുമ്പോഴും എന്തുണ്ടാവും? ദ്രവ്യം ഊർജ്ജമായിട്ട് മാറും. അതുപോലെ തന്നെ സൂര്യനിലും നക്ഷത്രത്തിലും നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. സൂര്യനിലും നക്ഷത്രത്തിലും നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഈ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രജൻ ബോംബ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ആറ്റം ബോംബാണ്, അത് ന്യൂക്ലിയർ ഫിഷനാണ്. ഇവിടെ ഹൈഡ്രജൻ ബോംബാണ്, അത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. അത് മാറാതെ തന്നെ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ നിയന്ത്രിത രീതിയിൽ ഫ്യൂഷൻ നടത്തി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഊർജ്ജം നിർമ്മിക്കാൻ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല. ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വയ്ക്കുക. ഫ്യൂഷൻ നടത്തിയിട്ടെന്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഊർജ്ജം നിർമ്മിക്കാൻ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ആണവ ദുരന്തങ്ങൾ നേരിടാനുള്ള മുൻകരുതലായി ഉപയോഗിക്കുന്ന മരുന്ന് ഏത്? ഉത്തരം, പൊട്ടാസ്യം അയോഡൈഡ് ഗുളിക. ഉത്തരം, പൊട്ടാസ്യം അയോഡൈഡ് ഗുളികകൾ അല്ലെങ്കിൽ അയോഡിൻ ധാരാളം അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ. അപ്പോൾ ഇവിടെ ചോദ്യം എങ്ങനെയാണ്? ആണവ ദുരന്തങ്ങൾ നേരിടാനുള്ള മുൻകരുതലിനായി ഉപയോഗിക്കുന്ന മരുന്ന് ഏത്? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പൊട്ടാസ്യം അയോഡൈഡ് ഗുളികകൾ, പൊട്ടാസ്യം അയോഡൈഡ് ഗുളികകൾ അല്ലെങ്കിൽ അയോഡിൻ ധാരാളമുള്ള ആഹാര പദാർത്ഥങ്ങൾ. അപ്പോൾ ഈ ചോദ്യം നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആദ്യത്തെ പ്രസ്താവന, ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ച് ജലം ഉന്നത മർദ്ദത്തിലും താപനിലയും നീരാവിയാക്കുന്നു. അടുത്തത്, നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അടുത്തത്, ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം താപോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു, പിന്നീട് അത് വൈദ്യുതോർജ്ജമാകുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യം ശ്രദ്ധിക്കുക, ന്യൂക്ലിയർ പവർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അപ്പോൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ എന്താ സംഭവിക്കുന്നത്? ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ച് ജലം ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കുന്നു. ഓക്കെ, നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ താരാപൂര്, കൽപ്പാക്കം, കോട്ട, കൂടംകുളം. അപ്പോൾ താരാപൂർ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്, കൽപ്പാക്കം ഉള്ളത് തമിഴ്നാടാണ്, കോട്ട ഉള്ളത് രാജസ്ഥാനിലാണ്, കൂടംകുളം ഉള്ളതും തമിഴ്നാട്ടിലാണ്. അതുപോലെ ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റമാണ് ന്യൂക്ലിയർ ഊർജ്ജം എന്തായിട്ട് മാറും? താപോർജ്ജമായിട്ട് മാറും. നേരത്തെ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ന്യൂക്ലിയർ ഊർജ്ജം എന്തായിട്ട് മാറും? താപോർജ്ജമായിട്ട് മാറും. അത് പിന്നീട് യാന്ത്രികോർജ്ജമായിട്ട് മാറും, പിന്നീട് അത് വൈദ്യുതോർജ്ജമായിട്ട് മാറും. അപ്പോൾ ന്യൂക്ലിയർ ഊർജ്ജം താപോർജ്ജമാകുന്നു, അത് യാന്ത്രികോർജ്ജമാകുന്നു, പിന്നീട് അത് വൈദ്യുതോർജ്ജമാകുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
ഒന്നാമത്തേത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന് അനുസരിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. അടുത്തത് സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോ തെർമൽ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. അടുത്തത് ഇവ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അടുത്ത പ്രസ്താവന പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജ്ജം തുടങ്ങിയ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇവ പരിസ്ഥിതിക്ക് ഹാനികരവുമാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇത് പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. അപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഊർജ്ജവും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്രോതസ്സുകളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോ തെർമൽ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോ തെർമൽ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ ഇവ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല, അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജ്ജം. പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജ്ജം തുടങ്ങിയവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഏതൊക്കെയാണ്? പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജ്ജം. ഇത് പരിസ്ഥിതിക്ക് ഹാനികരവുമാണ്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ: ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിതോർജ്ജം. അടുത്തൊരു പ്രസ്താവന പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ തരം ഊർജ്ജങ്ങളും ഇതിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്തത് സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം തുടങ്ങിയവ ഹരിതോർജ്ജമായി പരിഗണിക്കപ്പെടുന്നു. അടുത്തത് ഇതിനെ ക്ലീൻ എനർജി എന്നും പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് പ്രകൃതിക്കിണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിതോർജ്ജം അഥവാ ഗ്രീൻ എനർജി. അത് മനസ്സിലായല്ലോ. അടുത്തത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഊർജ്ജങ്ങളും ഇതിൽപ്പെടുന്നവയാണ്. അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം, മഴ, കാറ്റ് എന്നിവയാണ്. അപ്പോൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഊർജ്ജവും എന്താണ്? ഹരിതോർജ്ജത്തിന് ഉദാഹരണമാണ്. അപ്പോൾ അടുത്ത പോയിന്റ് പറയുന്നത് അത് തന്നെയാണ്. സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം. ഇവിടെ ശ്രദ്ധിക്കണം, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം. സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം തുടങ്ങിയവ ഹരിതോർജ്ജമായി പരിഗണിക്കപ്പെടുന്നു. ഇതിനെ ക്ലീൻ എനർജി എന്നും പറയുന്നു. അപ്പോൾ ഗ്രീൻ എനർജീനെ ക്ലീൻ എനർജി എന്നും പറയുന്നു. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഗ്രീൻ എനർജിയെ ക്ലീൻ എനർജി എന്നും പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളായ പെട്രോളിയം, കൽക്കരി തുടങ്ങിയ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഊർജ്ജവും ന്യൂക്ലിയർ ഊർജ്ജവും ബ്രൗൺ എനർജി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് ആഗോള താപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. അപ്പോൾ ഈ പറഞ്ഞ് മനസ്സിലാക്കി വയ്ക്കുക. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളായ പെട്രോളിയം, കൽക്കരി തുടങ്ങിയ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഊർജ്ജവും ന്യൂക്ലിയർ ഊർജ്ജവും ബ്രൗൺ എനർജി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ ബ്രൗൺ എനർജിക്ക് ഉദാഹരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെട്രോളിയം, കൽക്കരി, അതുപോലെ ന്യൂക്ലിയർ ഊർജ്ജം. അപ്പോൾ അത് മാറിപ്പോകാതെ തന്നെ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബ്രൗൺ എനർജി ആഗോള താപനത്തിനും മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് ഗ്രീൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ സെല്ലുകൾ, ടൈഡൽ എനർജി, ഹൈഡ്രോ ഇലക്ട്രിക് പവർ, കാറ്റാടികൾ. അപ്പോൾ ഗ്രീൻ എനർജിക്ക് ഉദാഹരണമാണ് സോളാർ സെല്ലുകൾ, ടൈഡൽ എനർജി, ഹൈഡ്രോ ഇലക്ട്രിക് പവർ, കാറ്റാടികൾ. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ബ്രൗൺ എനർജി അറ്റോമിക് റിയാക്ടറുകൾ, ഡീസൽ എഞ്ചിനുകൾ, തെർമൽ പവർ സ്റ്റേഷനുകൾ. ഇതൊക്കെ ബ്രൗൺ എനർജിക്ക് ഉദാഹരണമാണ്. അറ്റോമിക് റിയാക്ടറുകൾ, ഡീസൽ എഞ്ചിനുകൾ, തെർമൽ പവർ സ്റ്റേഷനുകൾ ഇതൊക്കെ ബ്രൗൺ എനർജിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇതൊക്കെ മാറാതെ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ചെറിയൊരു കാര്യമാണ് പ്രകാശ തീവ്രതയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് LDR. അപ്പോൾ LDR എന്താണെന്ന് ചോദിക്കാം.
ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. LDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. പ്രകാശ തീവ്രതയനുസരിച്ച് ഇതിൻ്റെ പ്രതിരോധം വ്യത്യാസപ്പെടുന്നു. ഇരുട്ടിലായിരിക്കുമ്പോൾ ഇതിൻ്റെ പ്രതിരോധം വളരെ കൂടുതലായിരിക്കും, പ്രകാശമായിരിക്കുമ്പോൾ വളരെ കുറവുമായിരിക്കും. ഈ കഴിവിനെ അടിസ്ഥാനമാക്കി തെരുവ് വിളക്കുകൾ പ്രകാശം കുറയുന്ന സമയത്ത് മാത്രം പ്രവർത്തിച്ച് വളരെയധികം ഊർജം ലാഭിക്കാനാവും. LDRനെ ഒരു റിലേ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയാണ് ഇത് സാധിക്കുന്നത്. പകൽ സമയത്ത് തീവ്രതയുള്ള പ്രകാശം ലഭിക്കുന്നതിനാൽ LDRൻ്റെ പ്രതിരോധം കുറയുകയും അത് ഉൾപ്പെടുന്ന സർക്യൂട്ടിലൂടെ വൈദ്യുതി ഒഴുകി മെയിൻ സർക്യൂട്ടിലെ സ്വിച്ച് ഓഫ് ആകുകയും ചെയ്യുന്നു. എന്നാൽ ഇരുട്ടിലാവുമ്പോൾ LDRൻ്റെ പ്രതിരോധം വർദ്ധിക്കുന്നതിനാൽ അതിൽ കൂടിയുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കുകയും മെയിൻ സ്വിച്ചിലെ സ്വിച്ച് ഓണായി ആ സർക്യൂട്ടിലെ ബൾബുകൾ പ്രകാശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ ആ LDRനെ പറ്റി പറയുന്നതാണ്. അപ്പോൾ LDRൻ്റെ ഒരു ഫുൾ ഫോം ഒന്ന് പഠിച്ചു വയ്ക്കുക, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യന് ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. ഇന്ന് ഉപയോഗിക്കുന്ന പ്രധാന ഊർജ്ജ സോഴ്സുകളെല്ലാം ഒരർത്ഥത്തിൽ സൗരോർജ്ജത്തിൽ നിന്നുള്ളതാണെന്ന് പറയാം. താഴെ തന്നിരിക്കുന്നവയിൽ സൗരോർജ്ജത്തിൽ പെടാത്തത്? അപ്പോൾ ഇവിടെ ഓപ്ഷൻ എങ്ങനെയാണ്? ഫോസിൽ ഇന്ധനം, ന്യൂക്ലിയർ ഇന്ധനം, കാറ്റിൽ നിന്ന് ഊർജ്ജം, ബയോമാസ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാ? സി ആണ്, ന്യൂക്ലിയർ ഊർജ്ജം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ ഗ്രീൻ എനർജി ഏത്? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അത് ഓപ്ഷൻ എങ്ങനെയാണ്? കൽക്കരി, ബയോഗ്യാസ്, നാഫ്ത, പെട്രോളിയം ഗ്യാസ്. ഉത്തരമായിട്ട് വരുന്നത് ബയോഗ്യാസ് ആണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഗ്രീൻ എനർജി ഏതെന്ന് ചോദിച്ചത് ബയോഗ്യാസ് ഒരു ഗ്രീൻ എനർജിയാണ്. അപ്പോൾ കൽക്കരി, നാഫ്ത, പെട്രോളിയം എന്നിവ ബ്രൗൺ എനർജിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.